സോ ഹേ എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നിങ്ങൾ പല ആൾക്കാരും എന്നോട് പേഴ്സണലി വന്ന് പറയാറുള്ള കാര്യമാണ്, സംസാരിക്കുന്ന സമയത്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ സമയം എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയില്ല എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ആസ്പിരൻറ്റിൻ്റെ ലൈഫ് സ്റ്റൈൽ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇത് ഗറീമ ലോഹിയ IAS സിവിൽ സർവീസ് എക്സാം 2022 ഓൾ ഇന്ത്യ ലെവലിൽ സെക്കൻഡ് റാങ്ക് ഹോൾഡറാണ് ഓൾ ഇന്ത്യ ലെവലിൽ. സോ ഇവരുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. നിങ്ങൾക്ക് രാത്രി 9 മണി തൊട്ട് രാവിലെ 9 മണി വരെ കണ്ടിന്യൂസ്ലി രാത്രി മൊത്തം 12 മണിക്കൂർ ഇരുന്ന് എല്ലാ ദിവസവും ഒരു വർഷം നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാനായിട്ട് പറ്റുമോ? 99.9% ആൾക്കാരോടും പറ്റില്ല. പക്ഷേ ഇവരെ കൊണ്ട് പറ്റുമായിരുന്നു. അതിൻ്റെ റീസണാണ് ഇവരുടെ അൾട്ടിമേറ്റ് റിസൾട്ട്. ഇതിൻ്റെ ഒന്നിച്ച് ജോലിക്ക് കൂടെ പോകുമായിരുന്നു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നമുക്ക് ആ ഒരു ലൈഫ് സ്റ്റൈൽ മനസ്സിലാക്കാം. സോ ഇവർ സിവിൽ സർവീസ് എക്സാം ആദ്യം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പ്രിലിംസ് തന്നെ ഫെയിലായിപ്പോയി. സെക്കൻഡ് അറ്റംപ്റ്റും ഫെയിലായിപ്പോയി. ഇവരെന്ന് വെച്ചാൽ ഒരു നോർമൽ വില്ലേജിലാണ് ജീവിക്കുന്നത്. ഡൽഹിയിൽ പോയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല, ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല. അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഫേസിലൂടെ ആയിരുന്നു കടന്നു പോയിക്കൊണ്ടായിരുന്നത്. മൂന്നാമത് എക്സാമിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, മൂന്നാമത് എക്സാമിന് സമീപിക്കുന്ന സമയത്ത് എന്തായാലും ഈ എക്സാം ക്വാളിഫൈ ചെയ്യണം എന്നുള്ളൊരു അൾട്ടിമേറ്റ് എയിം ഇവർക്ക് ഉണ്ടായിരുന്നു. എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, മൂന്നാമത്തെ അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യണമെന്നൊരു എയിം ഉണ്ടായിരുന്നു. അതിനാദ്യം ചെയ്തത് വീട്ടിലുള്ള ഡിസ്ട്രാക്ഷൻസൊക്കെ മനസ്സിലാക്കി. ഡിസ്ട്രാക്ഷൻസ് എന്ന് വെച്ചാൽ ഇവർക്ക് രാവിലെ പഠിക്കാൻ പറ്റുന്നില്ല. റീസൺ, വീട്ടിൽ ചെറിയ കുട്ടികളുണ്ട്, അവർ സൗണ്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് വിടില്ല. അതേപോലെ തന്നെ വീടിൻ്റെ തൊട്ടടുത്തടുത്ത് വീടാണ്, കാരണം നോർമൽ വില്ലേജ് ആണല്ലോ. അപ്പോൾ തൊട്ടടുത്ത് വീടുകളിൽ നിന്ന് ഭയങ്കരമായിട്ട് സൗണ്ട് വരും. ഈ മിക്സിയുടെയും എല്ലാ രീതിയിലുള്ള സൗണ്ട്, ടി വിയുടെ സൗണ്ട്, വീട്ടിൽ തന്നെയുള്ള ടി വിയുടെ സൗണ്ട്, കുട്ടികളുടെ ഡിസ്ട്രാക്ഷൻസ്, ഇതൊക്കെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു. രാത്രി 9 മണി തൊട്ട് രാവിലെ 9 മണി വരെ കണ്ടിന്യൂസ്ലി 12 മണിക്കൂർ ഇരുന്ന് പഠിക്കാമെന്ന് ഇവർ തീരുമാനിച്ചു. ഇങ്ങനെ 12 മണി വരെ കണ്ടിന്യൂസ്ലി രാത്രി ഇരുന്ന് പഠിച്ചതിന് ശേഷം രാവിലെ 9 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ കിടന്നുറങ്ങാമെന്ന് തീരുമാനിച്ചു. ഇതാണ് ഉറങ്ങുന്ന സമയം. അത് പോരാത്തതിന് വൈകുന്നേരം 3 മണിക്ക് എഴുന്നേറ്റതിന് ശേഷം ജോലിക്ക് പോകും. രാത്രി 8 മണി വരെ ജോലി. 2 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി 3 മണി തൊട്ട് രാത്രി 8 മണി വരെ ജോലി. സോ വർക്ക് ലൈഫും ഫാമിലി, അത്യാവശ്യം വീട്ടിൽ ഫാമിലി ആയിട്ടുള്ള അവരുടെ ആ ഒരു ലൈഫും അതേപോലെ തന്നെ പഠിത്തവും, ഈ 3 കാര്യങ്ങൾ ഇവരെ മാനേജ് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കുക. ഇതാണ് ഫ്യൂച്ചർ ബ്യൂറോക്രാറ്റ്സിൻ്റെ മൈൻഡ് സെറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ പ്രശ്നം ഇവർ മനസ്സിലാക്കി. അതായത് പഠിക്കാനായിട്ട് പറ്റുന്ന ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ തീരുമാനിച്ച് രാത്രി 9 മണി തൊട്ട് രാവിലെ 9 മണി വരെ ഒരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ രാത്രി 9 മണിയാകുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങും. ഫുൾ ശാന്തതയാണ്, കുട്ടികളുടെ പ്രശ്നമില്ല, ടി വിയുടെ സൗണ്ട് ഒന്നുമില്ല. അപ്പോൾ രാത്രി 9 മണി തൊട്ട് രാവിലെ 9 മണി വരെ പഠിക്കാൻ തീരുമാനിച്ചു. അതവിടെ ആ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്തു. രാവിലെ 9 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്, അതും മാനേജ് ചെയ്തു. 3 മണി തൊട്ട് 8 മണി വരെ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. ഒരു നോർമൽ പാർട്ട് ടൈം ജോബ് കിട്ടി. ജോലി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, കാരണം ഫിനാൻഷ്യൽ അത്ര സ്റ്റേബിൾ ആയിരുന്നില്ല. അതും മാനേജ് ചെയ്തു. കറക്റ്റായിട്ടൊരു ഗൈഡൻസ് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഫൈനൽ അറ്റംപ്റ്റിൽ. കാരണം ഒരു കോച്ചിങ് ഇല്ലാത്തതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും മനസ്സിലാക്കി. പക്ഷേ നല്ല വലിയ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാനുള്ള അഫോർഡ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു നോർമൽ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു. മൊത്തത്തിൽ 20,000 രൂപയാണ് വർഷത്തേക്ക് ഫീസ്. അതായത് മാസം ഏകദേശം 2,000 രൂപയിൽ താഴെയാണ് ഫീസ് വരുന്നത്. മാസം ഏകദേശം 2,000 രൂപയിൽ താഴെ ഫീസ് വരുന്ന ഒരു നോർമൽ കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്തു. മാസം ഒരു 2,000 താഴെ ഫീസ് വരുന്ന ഒരു നോർമൽ കോച്ചിങ് സെൻറ്ററിൽ, ഒരു ആനുവലി 20,000 രൂപ മാത്രം ഫീസിൽ ഒരു നോർമൽ കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്തു. ആ ഒരു കോച്ചിങ്ങിലെ മെറ്റീരിയൽസ് ട്രസ്റ്റ് ചെയ്തു, ക്ലാസ് ട്രസ്റ്റ് ചെയ്തു. ഈ ഒരു സ്ട്രാറ്റജി ആയിട്ട് മുമ്പോട്ടേക്ക് പോയി. എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത്, തേർഡ് അറ്റംപ്റ്റിൽ റിസൾട്ട് വരുന്ന സമയത്ത് ഓൾ ഇന്ത്യ റാങ്ക് 2 ആയിരുന്നു. ഓൾ ഇന്ത്യ ലെവലിൽ സെക്കൻഡ് റാങ്ക് ആയിരുന്നു ആക്ച്വലി. ഓൾ ഇന്ത്യ ലെവലിൽ സെക്കൻഡ് റാങ്ക്. ഇവിടെ ഒരു നോർമൽ കോച്ചിങ്ങിനാണ് ജോയിൻ ചെയ്തത്. ഭയങ്കരമായിട്ട് 4-5 ലക്ഷം ഒന്നും ഫീസ് അടിച്ച് എവിടെയും ജോയിൻ ചെയ്തിട്ടില്ല. ഡിസ്ട്രാക്ഷൻസ് മനസ്സിലാക്കി അത് ടാക്കിൾ ചെയ്തു. ഇതാണ് ഇവരുടെ സക്സസിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ട് കാരണമായിട്ടുള്ള സക്സസിൻ്റെത് ഇത് തന്നെയാണ്. ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾക്ക് സമയമില്ല, മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങൾക്ക് ശരിക്കും സമയം ഇല്ലാതെയാണോ, നിങ്ങളത് മാനേജ് ചെയ്യാതെയാണോ എന്ന് ചിന്തിച്ച് നോക്കുക. രാത്രി കിടന്നുറങ്ങാൻ എല്ലാവർക്കും നല്ല ഓക്കെയാണ്, എല്ലാവരും സംബന്ധിച്ചിടത്തോളം ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ആ സമയത്ത് ഇരുന്ന് പഠിക്കാൻ എല്ലാ ആൾക്കാരെ കൊണ്ട് പറ്റണമെന്നില്ല.
ഇവർ മാനേജ് ചെയ്തത്. ഇതാണ് ഫ്യൂച്ചർ ബ്യൂറോക്രാറ്റ്സ് ഇങ്ങനെ ആയിരിക്കും. സോ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു നോർമൽ കോച്ചിങ് പോലും ഇല്ല, ഒരു ഗൈഡൻസ് ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. 500 rupees മാത്രമേ പെർ മന്ത് ഫീസ് എൻ്റെ ബാച്ചിലുള്ളൂ. ഏത് ബാച്ചിലാണെങ്കിൽ ജോയിൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 11th ബാച്ച് ഇന്നാണ് തുടങ്ങിയിട്ടുള്ളത്. ഞാൻ ആ ബാച്ച് കാണിച്ചു തരാം. പ്രോപ്പറായിട്ട് ആ ഒരു ബാച്ച് ഒരു ആപ്ലിക്കേഷൻ നടത്തുന്നുണ്ട്. സ്റ്റഡി മെറ്റീരിയൽ സെക്ഷൻ. ഇന്നായിരുന്നു അവരുടെ ഓറിയൻറ്റേഷൻ ക്ലാസ്. ആക്ച്വലി ഇന്ന് April 15 അവരുടെ ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നത്. ഇന്ന് അവരുടെ ബാച്ച് തുടങ്ങി. ഇതാണ് അവരുടെ ക്ലാസ്. ഓൾ റൈറ്റ്. സോ നാളെ അവരുടെ ക്ലാസ്സിലെടുത്ത് മുമ്പോട്ടേക്ക് പോകും. സോ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടത്തുന്നുണ്ട്. സോ 500 rupees പെർ മന്ത് ഫീസിൽ നിങ്ങൾക്കൊരു ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജോയിൻ മൈ ബാച്ച്. ഇനി അതല്ലാന്നാണെങ്കിലും സെൽഫ് സ്റ്റഡി ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ജോയിൻ ചെയ്യുക. പക്ഷേ കോച്ചിങ്ങോ ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽസ് ഒന്നുമല്ല. ഞാനൊരു കാര്യം പറയാം, 1000 ആൾക്കാർ ഒരേ കോച്ചിങ് സെൻറ്ററിൽ പഠിക്കുന്നുണ്ട്. അതിൽ ഒരു 20 ആൾക്കാർ സെലക്ട് ആവുന്നുണ്ട്, ബാക്കി ആൾക്കാർ ഫെയിൽ ആവുന്നുണ്ട്. റീസൺ എല്ലാ ആൾക്കാരും സെയിം മെറ്റീരിയൽസാണ് പഠിച്ചത്. പക്ഷേ 20 ആൾക്കാർ അത് യൂട്ടിലൈസ് ചെയ്തു എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്തു, ടൈം മാനേജ് ചെയ്തു. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇത്രയും കാര്യം എനിക്കിവിടെ ആക്ച്വലി പറയേണ്ടത്. എനിക്ക് അഗെയിൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം, അതല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി ചെയ്യാം. എന്താണെങ്കിലും ടൈം മാനേജ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അലോട്ട്.